വളരെ ചുരുക്കമാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത് സഹാബികളുടെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരാണ് സഹാബികൾ. ആ സഹാബികളെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. സർവ്വ മനുഷ്യർക്കും സത്യസാക്ഷികളായി ജീവിക്കുന്നവരാണ് നിങ്ങൾ, എല്ലാവർക്കും നിങ്ങളിൽ മാതൃകയാണ്. ആ സഹാബികളെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനൂ യസ്ആ നൂറുഹും ബൈന അയ്ദീഹിം വബിഅയ്മാനിഹിം. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബികൾ അവർ ഒരിക്കലും തന്നെ അവരെയും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹു കൈവിളിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ കൂട്ടിപ്പറയുകയാണ് ഖുർആൻ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെ. ആ മഹാന്മാരായ സഹാബികൾ അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിലെ ഏറ്റവും പ്രഥമരായ മഹാന്മാർ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മനുഷ്യരിലേക്ക് വന്ന, മനുഷ്യർക്ക് വേണ്ടി വന്ന അതേ സമുദായങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ സഹാബികളെ അങ്ങനെയാണ് പ്രകീർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അവരുടെ സവിശേഷതയാണ് അതേ അതുപോലെ അവരെ പിന്തുടരുന്നവരുടെയും സവിശേഷതയാണ് നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. ഈ സഹാബികൾ അവരെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്തായിരിക്കണം? ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവായിഖുൽ മുഹരിഖയിൽ പറയുകയാണ് എല്ലാ മുസ്ലിമീങ്ങളും അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിക്കുന്നവർ. അതേ വൽ ജമാഅ സഹാബികളാകുന്ന പ്രഥമ മുസ്ലിമീങ്ങൾ അവര് പഠിപ്പിച്ച ആശയം അംഗീകരിക്കുന്നവർ. കാരണം പരിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഖുർആൻ നബിതങ്ങൾ വിവരിച്ചു കൊടുത്തത് അവിടുത്തെ ശിഷ്യന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കാതെ ഒരാൾക്ക് ഖുർആൻ പിന്തുടരാൻ സാധ്യമല്ല. അതിനാൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വെച്ച പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കുന്നവർ. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ് ആ സഹാബത്ത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. സർവ മുസ്ലിമിനും നിർബന്ധമാണ് സർവ സഹാബികളും സംശുദ്ധരാണെന്ന് വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. അവരിൽ ആരും മോശക്കാരില്ല. അതേ അതിൽ ഒരു സഹാബിയെയും ആക്ഷേപിക്കാൻ പാടില്ല. മാത്രം പോരാ, അവരെ എപ്പോഴും അവരെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ ആ സഹാബികളെ പുകഴ്ത്തി പറഞ്ഞത് കാണാം. അതിൽപ്പെട്ട 1-2 ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സഹാബത്തിനെ പിന്തുടരുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അവർ ഏത് പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. കാരണം ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ആളാണല്ലോ നേതാവ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മഴയില്ലാത്ത സമയത്ത് അവർ വരുന്നു.
നബി തങ്ങളോട് വേവലാതിപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വാങ്ങിക്കൊടുക്കുന്നു. ചിലപ്പോൾ വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, ചോദിച്ച് വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, മറിച്ച് അവിടുത്തെ കയ്യിന്റെ വിരൽ പാത്രത്തിൽ വെക്കുന്നു, കൈവിരലിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു. ആയിരക്കണക്കിന് സഹാബികൾ ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ എത്ര ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന നേതാവ്, ആ നേതാവ് അന്ത്യനാൾ വരെയുള്ളവർക്ക് നേതാവാണ്. അതുകൊണ്ട് തന്നെ സർവ്വ മുസ്ലിമീങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് 5 സമയത്ത് ആ നേതാവിനെ വിളിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ അതേ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. അവിടുത്തെ സ്ഥാനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ദിനേന സ്ഥാനം വർദ്ധിക്കുന്നു എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഏത് രാജ്യത്തുള്ള മുസ്ലിമും എത്ര ദൂരെ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു. ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ വിളിക്കുന്നു. അവരുടെ എല്ലാം സലാം ഞാൻ മടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതൊരു സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. അവിടെ എന്തുകൊണ്ടും അസാധാരണക്കാരനാണ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നേതാവാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം, ആദരവ്, അതേ അതില്ലാത്തവൻ മുസ്ലിം ആകുന്നില്ല. ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം, എന്നാലേ നിങ്ങളിൽ ഒരാൾ മുസ്ലിമാകൂ. അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതവും പരിശുദ്ധ ഖുർആനുമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ സർവ്വ വിഷയങ്ങളിലും ആധാരം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖുർആനിനെയും അംഗീകരിക്കുന്നവർ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇജ്മാഇ ഖിയാസിലും ആധാരം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ടാണ് കിതാബും സുന്നത്തും സ്വീകരിക്കുക. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പിഴച്ചു പോകില്ല, നിങ്ങൾ ഖുർആനും എന്റെ ചര്യയും മുറുകെ പിടിക്കണം, എന്നാൽ പിഴച്ചു പോകില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. ഖുർആനും സുന്നത്തുമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ, മനുഷ്യന് 2 ഭാഗമുണ്ട്. ഒന്ന് മനുഷ്യന്റെ ആത്മാവാണ്, മറ്റൊന്ന് ശരീരമാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളെല്ലാവരും പറയും. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് എത്ര ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത്, എന്തെല്ലാം സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, അതിലാർക്കും സംശയമുണ്ടാകില്ല. ശാരീരികമായി ആവശ്യമുള്ളത് ശരീരത്തിന് നൽകുകയെന്നത് അനിവാര്യമാണല്ലോ. എന്നാൽ ശരീരത്തെക്കാൾ പ്രസക്തമാണ് മനുഷ്യന്റെ ആത്മാവ്. ദേഹിയും ദേഹവുമുണ്ട്. ദേഹത്തെക്കാൾ പ്രസക്തമാണ് ദേഹി. ദേഹിക്കാവശ്യമായ എല്ലാ ഭക്ഷണവും മരുന്നും നൽകണം. അത് നൽകാൻ അർഹതപ്പെട്ടവരാകാം. അതേ ഭക്ഷണം ആർക്കും നൽകാം, മരുന്ന് നൽകാൻ അർഹതപ്പെട്ടവർ ഡോക്ടർമാരാണ്, അത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ അതാത് സമയങ്ങളിൽ ആവശ്യമായ മരുന്നുകൾ അഥവാ അതാത് സമയങ്ങളിൽ ആവശ്യമായ ആശയങ്ങൾ സമൂഹത്തോട് പറയണം. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, നമ്മുടെ സ്റ്റേജിലേക്ക് വേറെ മതാധ്യക്ഷന്മാരും പലരും വന്നു, നമ്മളവരെ സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, അവരവരുടെ മതത്തിലുള്ള പണ്ഡിതന്മാർ
അവരവരുടെ മതത്തിലുള്ള ജനങ്ങൾക്ക് അതേ ആത്മീയമായ ഉപദേശം നൽകിയാൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ആരുദ്ദേശിച്ചാലും അവർ പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നതാണ് ശരി. കാരണം പണ്ഡിതന്മാർക്കെന്നും അവരവരുടെ ആശയം അംഗീകരിക്കുന്നവരിൽ പ്രസക്തിയുണ്ടാകും. മുസ്ലിമീങ്ങൾ മറ്റുള്ളവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം കടിച്ചു കീറേണ്ടവർ അല്ല, മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിക്കേണ്ടവരല്ല. ഭിന്നിക്കരുത് എന്നത് ഖുർആനിന്റെ ആശയമാണ്. ഭിന്നിക്കാതിരിക്കുന്നത് വേറെ ആരെങ്കിലും ശാരീരികമായും കായികമായി നേരിടാനല്ല, മറിച്ച് അതേ നമ്മുടെ പരിമളം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ പരസ്പരം തന്നെ ചിന്തിച്ചു തരാൻ പാടില്ല. അതുകൊണ്ടൊരു കാര്യവും ഇവിടെ കിട്ടാനില്ല. അതിനെന്ത് വേണം? ഖുർആൻ അംഗീകരിക്കണം. ഖുർആൻ നമ്മൾ നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വലിയ മധ്യവർത്തിയായി ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഈമാനുള്ളവർക്ക് അവിടുന്ന് മധ്യവർത്തിയാകണം നബിയെ, അവരുടെ പാപം പൊറുക്കാൻ അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ. അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കലാവില്ല. ഖുർആൻ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതേ ആ ഖുർആൻ തന്നെ വലൗ അന്നഹും യളമു അൻഫുസഹും യാഉ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ. പാപം ചെയ്തു പോയവർ അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയോട് പ്രശ്നം അവതരിപ്പിക്കട്ടെ, എന്നിട്ട് അവർ പടച്ചവനോട് പാപമോചനം നടത്തുന്നതിന് പുറമെ അവിടുന്ന് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ ഖുർആൻ പറയാൻ. ആകയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ മധ്യവർത്തി എന്ന മഹത്തായ സ്ഥാനം അത് ഖുർആൻ അംഗീകരിക്കുന്നവർ അത് വകവെച്ചു കൊടുക്കും. ഖുർആൻ അംഗീകരിക്കാത്തവർക്ക് അത് വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന അതേ കപടവിശ്വാസിയുടെ നേതാവിനോട്